സാറേ, സർ പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് സർ. കുടിയേറ്റത്തിന്റെ ഭാഗമായാണ് അട്ടപ്പാടിയിൽ മദ്യഷാപ്പുകൾ തുടങ്ങിയത്. കള്ളും സാരായവും ലഭിക്കുന്ന 100ഓളം ഷാപ്പുകൾ അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്നു. വനനശീകരണത്തോടെ പരമ്പരാഗത കൃഷിയും കൃഷിസ്ഥലങ്ങളും നഷ്ടപ്പെട്ട ആദിവാസികൾക്ക് പിന്നീട് കൂലിപ്പണിയായിരുന്നു ഉപജീവനമാർഗം. ഇവരുടെ പണത്തിന്റെ നല്ലൊരു ഭാഗം മദ്യഷാപ്പുകളിലേക്ക് ഒഴുകി. ഗോത്രജനതയെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ വ്യാപിച്ച മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കുമെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഇതിനകം ഉയർന്നു വന്നിരുന്നു. 1996 അട്ടപ്പാടിയിൽ മദ്യം നിർത്തലാക്കിയത്. മദ്യത്തിന്റെ ഉൽപ്പാദനവും വിൽപ്പനയും തടഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടു. മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടിയതോടെ വ്യാജമദ്യം സുലഭമായി. മലമടക്കുകൾ മുഴുവൻ വ്യാജവാറ്റുകേന്ദ്രങ്ങളായി. ഊരുകളിൽ നാടൻ ചാരായം ഒഴുകി. പുരുഷന്മാരിൽ പലരും മദ്യത്തിനടിമകളായി. മദ്യവും മയക്കുമരുന്നും ഹാൻസും പാൻപരാഗും എല്ലാം ഇന്ന് നമ്മുടെ ഊരുകളിൽ സുലഭമാണ്. വീടുകളിൽ സ്വയം വാറ്റിയെടുത്ത് മദ്യം ഉപയോഗിക്കുന്ന അച്ഛന്മാരും നമ്മളുണ്ടല്ലോ. ഭാവിയിൽ പുരുഷന്മാർ മാത്രമല്ല, അട്ടപ്പാടിയിൽ ആദിവാസി സമൂഹം തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ ഉടൻ തന്നെ ഉണ്ടാകും. ഇതോടൊപ്പം പുകയില ഉൽപ്പന്നങ്ങളും പാൻ മസാലയും സ്ത്രീകളിലും കുട്ടികളിലും ശീലമായി കഴിഞ്ഞിരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും ആദിവാസികളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നു. കാരിരുമ്പിന്റെ കരുത്തുണ്ടായിരുന്ന ഗോത്രജനത മാരകമായ രോഗങ്ങൾക്ക് അടിമകളായി. ലഹരി വസ്തുക്കൾ ശരീരത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചു. 10,000ഓളം ആദിവാസി കുടുംബങ്ങളിൽ 1000ഓളം പേരാണ് മാനസിക രോഗികളായത്. 2 പതിറ്റാണ്ടിനിടെ അട്ടപ്പാടിയിലെ 500ഓളം ദുരൂഹ മരണങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും അടിസ്ഥാന കാരണം മദ്യവും ലഹരി വസ്തുക്കളുമായിരുന്നു. പരമ്പരാഗത കൃഷിയും ഭക്ഷണരീതികളും നഷ്ടപ്പെടുകയും മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വർദ്ധിച്ചതും പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും പോഷകക്കുറവിന് കാരണമായി. അനാരോഗ്യകരമായ സാഹചര്യങ്ങൾ ശിശുക്കളുടെ ജനനത്തെയും ബാധിച്ചു. പോഷകക്കുറവ് ഗർഭഛിദ്രവും നവജാത ശിശുമരണവും വർദ്ധിക്കാനിടയാക്കി. സാറേ, ഈ കഷ്ടപ്പാടിനൊക്കെ നമുക്ക് പരിഹാരമില്ലേ സാറേ? ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് അതിനായി കൂട്ടായി ശ്രമിക്കാം.